ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ കാണിക്കുന്നത് 2025 നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹീറോ ഒരു പഴയ സ്ഥലത്ത് ചെന്ന് ഒരു ചുവന്ന കളർ പഴയ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നു. അത് കയ്യിലെടുത്ത് അവൻ പറയുന്നു, ഈ ഫോൺ ഉപയോഗിച്ച് തീർച്ചയായും 2 കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയും. ഇതിലൂടെ എനിക്ക് കഴിഞ്ഞ കാലത്തിലുള്ള നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും എന്നും പറഞ്ഞ് അവൻ ആർക്കോ കോൾ ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെയും പാസ്റ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഷാങ് എന്ന വ്യക്തിയെയാണ്. ഇദ്ദേഹം നമ്മുടെ ഹീറോയുടെ സുഹൃത്താണ്. ഹീറോയുടെ സുഹൃത്ത് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെയുള്ള മറ്റു പെൺകുട്ടികളൊക്കെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവന് നമ്മുടെ ഹീറോയുടെ കോൾ വരുന്നത്. ഉടനെ തന്നെ ഇദ്ദേഹം നമ്മുടെ ഹീറോയെയും ഹീറോയിനെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭാഗ്യത്തിന് 2 പേർക്കും വലിയ പരിക്കുകളൊന്നുമില്ല. സി അവരുടെ അടുത്ത് പറയുന്നു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഉടനെ ഷാങ് ചോദിക്കുന്നു, എന്താടാ നിങ്ങൾ 2 പേരും കാറിൽ എന്ത് ചെയ്യുകയായിരുന്നോ? ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കളിക്കുകയായിരുന്നോ? ഹീറോ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. സത്യത്തിൽ അവൻ ആകെ പേടിച്ച് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, സാർ എന്തു പറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ആകെ പേടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹീറോ അങ്ങനെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ ഷാങ്ങിൻ്റെ അടുത്ത് പറയുന്നു, എനിക്ക് തോന്നുന്നത് ബ്രേക്ക് ഫെയിലിയർ ആയത് വെറും ഒരു യാദൃശികതയല്ല, ആ ഷൗ തന്നെയാകണം ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ ഹീറോ പറയുന്നത് കേട്ട് ഷാങ് ചോദിക്കുന്നു, എന്ത് ഷൗവോ? അവനെന്തിനാ നിന്നെ കൊല്ലാൻ നോക്കുന്നത്? കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ 2 പേരും പരസ്പരം ഉപദ്രവിക്കില്ല എന്ന് കരാറിൽ ഒപ്പിട്ടതല്ലേ, പിന്നെ എങ്ങനെയാ അവൻ നിന്നെ കൊല്ലാൻ വരിക? ഹീറോയുടെ കമ്പനിയും ഷൗവും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഹീറോയിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഹീറോ അവൻ്റെ അടുത്ത് പറയുന്നു, അവർ എന്നെയല്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു അവർ ഇപ്പോൾ ഷിയയെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന്. അവളുടെ കാറിൽ ഞാനുണ്ടെന്ന് പോലും അവർക്കറിയുമായിരുന്നില്ല. അവർ എന്തിനാണ് സിയയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഷാങ് ചോദിക്കുന്നു. അതിന് ഹീറോ മറുപടി നൽകുന്നത്, എനിക്കറിയില്ല, കഴിഞ്ഞ തവണ അവരെനിക്ക് ഡ്രഗ്സ് തന്ന് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഷിയയാണ് അത് തടഞ്ഞത്. അതുമാത്രമല്ല, ഏതോ ബില്ലുകളിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് അതും അവൾ പരിശോധിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ അവളെ ആക്രമിക്കാൻ നോക്കുന്നത്. ഹീറോ വളരെ സങ്കടത്തോടെ ആലോചിക്കുന്നു, എനിക്ക് ഇപ്പോഴും എന്തൊക്കെയോ പന്തികേടുകൾ തോന്നുന്നുണ്ട്. സി എൻ്റെ കൂടെ ഉണ്ടാകുന്തോറും അവളുടെ ജീവനും അപകടം കൂടും എന്നൊക്കെ പറഞ്ഞ് അവൻ വളരെയധികം വിഷമിക്കുന്നു. ഇപ്പോൾ സിയയെ കാണിക്കുന്നു. അയ്യോ, ആ അപകടത്തിൽ എൻ്റെ ഫോണും കൂടെ തകർന്നു പോയല്ലോ. ശരി, ആ പഴയ ഫോണൊന്ന് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് അവൾ ചുവന്ന ഒരു പഴയ ഫോൺ എടുക്കുന്നു. സത്യത്തിൽ ഇത് ഹീറോ മുമ്പ് ഉപയോഗിച്ചിരുന്ന അതേ ഫോൺ തന്നെയാണ്. അവൾ അത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അത് നന്നായി വർക്കാവുന്നുണ്ട്. ശരി, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് അവൾ ഉറങ്ങാൻ കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾക്കൊരു മെയിൽ വരുന്നു. അത് നോക്കിയപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. കാരണം അവളെ ഹീറോ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. അവൾക്കിത് വിശ്വസിക്കാനായില്ല. എന്തിനാണ് എന്നെ ജോലിയിൽ നിന്ന് മാറ്റിയത്? എന്താണ് കാരണം എന്ന് ചോദിക്കാൻ അവൾ ദേഷ്യത്തോടെ ഹീറോയിൻ്റെ അടുത്തോട്ട് പോകുന്നു. സാർ, എന്തിനാണ് എന്നെ പിരിച്ചുവിട്ടത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ വളരെ ഗൗരവത്തിൽ മറുപടി നൽകുന്നു. കാരണമോ? നിന്റെ കാറിൽ വന്നതുകൊണ്ട് ഇന്നലെ എൻ്റെ ജീവൻ തന്നെ പോയേനെ. ഇതിലും വലിയ എന്ത് കാരണമാണ് നിനക്ക് വേണ്ടത്? പക്ഷെ നീ പേടിക്കണ്ട, നിന്നെ പിരിച്ചുവിട്ടതിന് പകരമായി നിനക്ക് വേണ്ട നഷ്ടപരിഹാരം ഞാൻ നൽകുന്നുണ്ട് എന്ന് ഹീറോ പറയുന്നത് കേട്ട് അവൾക്ക് ദേഷ്യം സഹിക്കാനായില്ല. സാർ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കഴിഞ്ഞ 2 വർഷമായി നിങ്ങളുടെ പുറകെ ഒരു നായയെ പോലെ നടക്കുകയായിരുന്നു, എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് എന്നവൾ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് പിന്നെയും ഹീറോ പണം നൽകാമെന്ന് പറയുന്നു. ഉടനെ അവൾ ആ പണം വാങ്ങിക്കൊണ്ട് പറയുന്നു, ശരിയാണ്, നിങ്ങൾ തരുന്ന പണം എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. കാരണം എനിക്ക് പണം അത്രക്ക് ആവശ്യമുണ്ട്. ആ പണത്തിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 2 വർഷമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂരതകളും സഹിച്ചുകൊണ്ടിരുന്നത്. ആദ്യം എനിക്ക് നിങ്ങളെ ഓർത്ത് വിഷമമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ട ചീത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭവിക്കും എന്നവൾ പറയുന്നു. അത് കേട്ട് കൂടെയുള്ള ബോഡിഗാർഡ് എന്തോ പറയാൻ വരുമ്പോഴേക്കും ഹീറോ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട്, നിന്നോട് ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞോ? നീ നിന്റെ വായ അടച്ചു വെക്ക് എന്ന് പറയുന്നു. എന്നിട്ട് അവൻ സിയയുടെ അടുത്ത്, നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതും കൂടെ നീ പറഞ്ഞോളൂ. അത് കേട്ട് സിയ പറയുന്നു, നിങ്ങളെപ്പോലെ ഒരാളോട് എനിക്ക് ഇനി ഒന്നും സംസാരിക്കാനില്ല. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് അവൾ അവിടെ തലകറങ്ങി വീഴുന്നു. ഹീറോ ഓടി വന്ന് അവളെ താങ്ങി പിടിച്ച്, പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ആംബുലൻസിനെ വിളിക്കൂ എന്ന് പറയുന്നു. അവളെ നോക്കിക്കൊണ്ട് പതുക്കെ പറയുന്നു, എന്നെ പേടിപ്പിക്കല്ലേ, എഴുന്നേൽക്ക്.
നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഡോക്ടറായ ഷാങ് അവളെ ഒന്ന് പരിശോധിച്ച് ഹീറോൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു, പേടിക്കാനൊന്നുമില്ല, അമിതമായ ടെൻഷൻ കാരണമാണ് അവൾ തലകറങ്ങി വീണത്. ഹീറോ അപ്പോഴും അവളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നത് കാണാം. അവൻ ഷാങ്ങിൻ്റെ അടുത്ത് പറയുന്നു, അവൾ ബോധം കെട്ട് വീഴാൻ കാരണം ഞാനാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അവളെ മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. ആ സ്ട്രെസ് കാരണമാണ് അവൾ വീണുപോയത്. അത് കേട്ട് ഷാങ് പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളെ എന്തിനാണ് ജോലിയിൽ നിന്ന് മാറ്റിയത്? ഹീറോ പറയുകയാണ്, അവളെ അപകടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ഇതല്ലാതെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കേട്ട് ഷാങ് പറയുന്നു, നീ പെട്ടെന്ന് അവളെ മാറ്റി നിർത്തുമ്പോൾ നിന്റെ ശത്രുക്കൾക്ക് സംശയമുണ്ടാകില്ലേ? അവനത് കേട്ട്, അത് ഞാൻ നോക്കിക്കോളാം. തൽക്കാലം അവരുടെ അടുത്ത മീറ്റിംഗ് കഴിയുന്നത് വരെ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അവളെ നീ ഡിസ്ചാർജ് ചെയ്യരുത്, അത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സിയക്ക് ബോധം വരുന്നുണ്ട്. അവൾ ഡോക്ടറെ അടുത്ത്, ഡോക്ടർ, എനിക്ക് എന്തു പറ്റി? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് കേട്ട് ഷാങ് പറയുന്നു, അത് നീ പെട്ടെന്നൊന്ന് തലകറങ്ങി വീണതാണ്, പേടിക്കാനൊന്നുമില്ല. ഇത് കേട്ട്, എനിക്ക് എപ്പോഴാണ് ഇവിടുന്ന് പോകാൻ പറ്റുക? എനിക്ക് ഓഫീസിൽ പോകണം എന്നവൾ പറയാണ്. നിനക്കെന്തായാലും ഇപ്പോൾ പോകാൻ പറ്റില്ല, നിനക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണ് എന്ന് ഷാങ് പറയുന്നത് കേട്ട് ഷാങ്ങിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫയൽ അവൾ ശ്രദ്ധിക്കുന്നു. എന്താണത്? എൻ്റെ റിപ്പോർട്ട് വല്ലതുമാണോ? അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഷാങ്ങിൻ്റെ കയ്യിൽ നിന്ന് അത് ബലമായി വാങ്ങുന്നു. അവനാണെങ്കിലോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അവൾ ആ പേപ്പർ വാങ്ങി നോക്കുന്നു. അതിൽ അവൾക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട് സിയ ആകെ തകർന്നു പോകുന്നു. പക്ഷേ ഇത് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നായകനുണ്ടാക്കിയ ഒരു കള്ള റിപ്പോർട്ടാണ്. ആ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ എന്നാലോചിച്ച് ഷാങ്ങിന് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. അവൾ ഫോൺ കോൾ എടുക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഭാവിയിലിരിക്കുന്ന നായകനാണ്. അവൻ പറയുന്നു, നീ ഇപ്പോൾ 2024 മാർച്ചിലല്ലേ ഉള്ളത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഡിസംബർ 31 നീ നിൻ്റെ ബോസിനെ കാണാൻ വേണ്ടി പോകരുത്. അങ്ങനെ പോയാൽ നിന്റെ ജീവന് തന്നെ അത് ഭീഷണിയാകും. പക്ഷേ ഇപ്പോൾ തന്നെ ക്യാൻസർ ആണെന്ന് കേട്ട് ആകെ തകർന്നിരിക്കുന്ന അവൾക്ക് ഇതൊരു തമാശയായിട്ടാണ് തോന്നിയത്. അവൾ ദേഷ്യത്തോടെ പറയുന്നു, എൻ്റെ ജീവൻ ഇപ്പോഴേ ഭീഷണിയുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോൻ്റെ ശത്രുവായ ഷൗ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് അവൻ്റെ സെക്രട്ടറിയെ ജോലി നിന്ന് പിരിച്ചുവിട്ടത്? എന്തൊക്കെയോ സംശയങ്ങൾ അവന് തോന്നുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് ഷാവുവിനോട് ചോദിക്കുകയാണ്, ഷാവു, നിങ്ങൾ എവിടെയാണോ? എനിക്കൊരു സ്പോർട്സ് കാർ വാങ്ങണം. അതിനായി ഞാൻ എല്ലാവരോടും പണം ചോദിച്ചു, പക്ഷെ ആരും തരുന്നില്ല. നിങ്ങൾ എനിക്ക് ആ പണം തരുമോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഷാവു ഉടനെ തന്നെ പറയുന്നു, ശരി, തന്നേക്കാം. നീ കമ്പനിയുടെ അവകാശിയല്ലേ, നിനക്ക് തരാതെ പിന്നെ ആർക്കാണ് ഞാൻ പണം നൽകുക? ഹീറോ ഉടനെ വിനയത്തോടെ, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മിസ്റ്റർ ഷാവു എന്നും പറഞ്ഞ് അവൻ നല്ല രീതിയിൽ അഭിനയിക്കുന്നു. അതിനുശേഷം അവൻ പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഇന്നലെ എൻ്റെ അസിസ്റ്റൻ്റ് കാർ ഓടിക്കുമ്പോൾ ഏകദേശം എൻ്റെ ജീവൻ പോയേനെ. അവൾ കാർ കൊണ്ടുപോയി ഇടിച്ചു തകർത്തു. അതുകൊണ്ടാണ് അവളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അവൾക്ക് എത്ര ധൈര്യമാണെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറയുന്ന പോലെ അവിടെ നിന്ന് അഭിനയിക്കുന്നു. ഹീറോ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ഷാവു ആലോചിക്കുന്നു, ഇവൻ ശരിക്കും ഒരു വിഡ്ഢിയാണോ? അതോ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു വിഡ്ഢിയായി അഭിനയിക്കുകയാണോ? കൂടെയുള്ള ആൾ പറയുന്നു, എനിക്ക് തോന്നുന്നത് അവൻ ശരിക്കും ഒരു വിഡ്ഢിയാണെന്നാണ്. കാരണം വർഷങ്ങളായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനറിയാമായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ഇവിടെ നിന്നും ഓടിപ്പോയേനെ. പക്ഷെ ഷാവുവിന് അതൊന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഷാവു തൻ്റെ ആളുകളോട് പറയുകയാണ്, ഇവൻ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അവൾക്ക് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ അത്ര നിസ്സാരമായി കാണണ്ട. അവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ ഷാവു അവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കുന്നു. എന്നാൽ ഹീറോ എല്ലാം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഒരു പ്ലേ ബോയ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവനൊരു പൂൾ പാർട്ടിയിൽ തകർത്ത് ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി സിയ അങ്ങോട്ട് വരുന്നത്. ഹീറോയെ കണ്ടതും അവൾ പണം ചോദിക്കാൻ തുടങ്ങുന്നു. ബോസ്, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞിട്ടും ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പ്ലീസ് ബോസ്, ആ പണം എനിക്ക് തരൂ എന്ന് അവൾ കെഞ്ചി ചോദിക്കുന്നു. അവൻ ഉടനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, ഓ, പണം ചോദിക്കാനാണോ നീ വന്നത്?
പണത്തിനു വേണ്ടി നീ എന്തു വേണമെങ്കിലും ചെയ്യുമല്ലേ? അത് കേട്ട് അവൾ വളരെ നിരാശയോടെ, അതെ ബോസ്, പണം എനിക്ക് വളരെ ആവശ്യമുണ്ട്, പ്ലീസ് എനിക്ക് തരൂ എന്ന് വീണ്ടും അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ, പണമൊന്നും തരാൻ പറ്റില്ല, നീ ഇവിടെ നിന്നും പോയിക്കോ എന്നും പറഞ്ഞ് പൂളിലേക്ക് എടുത്തു ചാടുന്നു. ആ സമയത്താണ് വില്ലനായ ലീ അങ്ങോട്ട് വരുന്നത്. അവൻ അവളോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അവൻ്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുന്നത്? നീ എൻ്റെ കൂടെ ജോലിക്ക് വരൂ, നിനക്ക് വേണ്ട പണം ഞാൻ തരാം എന്നും പറഞ്ഞ് അവളെ വശത്താക്കാൻ നോക്കുന്നു. ഇത് കേട്ട് സിയ അവനെ തുറിച്ചു നോക്കുകയാണ്. അവൾ പിന്നെയും ഹീറോൻ്റെ അടുത്ത്, ബോസ് പ്ലീസ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാനത് ചെയ്തോളാം, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഓ, നീ എന്ത് വേണമെങ്കിലും ചെയ്യുമോ? ശരി, ഈ ബോട്ടിൽ നിറയെ വൈനുണ്ട്, ഇത് മുഴുവനും കുടിച്ചു തീർക്കുകയാണെങ്കിൽ ഞാൻ നീ ചോദിച്ച പണം നൽകാം എന്ന് അവൻ പറയുന്നത് കേട്ട് അവിടെയുള്ളവരൊക്കെ അത്ഭുതപ്പെടുന്നു. ഇത്ര വലിയ കുപ്പിയിലുള്ള വൈൻ ഒരുമിച്ച് കുടിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ എന്ന് പരസ്പരം അവർ പറയുന്നുണ്ട്. പക്ഷേ പണം അവൾക്ക് അത്രയും ആവശ്യമായിരുന്നു. അവൾ പറയുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പണം വേണം, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്നും പറഞ്ഞ് അവൾ ആ കുപ്പിയിലെ വൈൻ മൊത്തം കുടിച്ചു തീർക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അതവന് പുറത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം അവൻ അങ്ങനെ ചെയ്താൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മറ്റുള്ളവർ സംശയിക്കും. വൈൻ കുടിച്ചു കഴിഞ്ഞതും അവൾ പറയുന്നു, ഞാനിത് മുഴുവൻ കുടിച്ചു തീർത്തു, ഇനി എനിക്ക് പണം തരൂ. അത് കേട്ട് അവൻ പറയുന്നു, നീ കുടിച്ചു തീർത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പണമൊന്നും എനിക്ക് തരാൻ കഴിയില്ല, നീ ഇവിടെ നിന്നും പോയിക്കോ. ഇത് കേട്ടതും സിയക്ക് ദേഷ്യം വന്ന് അവൾ പറയുന്നു, ഞാൻ 2 വർഷം നിങ്ങളുടെ കൂടെ ജോലി ചെയ്തു, നിങ്ങളെ ഒരുപാട് സഹായിച്ചു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് പറയുന്ന മറ്റു ഭാഷകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ഇതിനും വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അവൾ അവിടെ നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും വിളിച്ചു പറയുന്നു അവൾക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം. ഇത് കേട്ട് അവിടെയുള്ളവർ ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നു, നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? പണം തട്ടാൻ വേണ്ടി നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിനക്ക് പണം തരില്ലെന്ന് മാത്രമല്ല, നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പാവം സിയ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയി കഴിഞ്ഞതും അവൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പണ്ട് അവൻ വിഷമിച്ചിരുന്ന സമയത്ത് അവനെ ആശ്വസിപ്പിച്ചിരുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുമായി അവൻ പ്രണയത്തിലുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്, സത്യം പറഞ്ഞാൽ അവൻ പ്രണയത്തിലായിരുന്ന പെൺകുട്ടി നമ്മുടെ ഹീറോയിനായിരുന്നു, അതായത് സിയ. അത്രയും ഇഷ്ടം ഇപ്പോഴും അവൻ അവളോടുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. സിയ ദേഷ്യത്തോടെ കാർ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ഹീറോയും അവളുടെ പിന്നാലെ പോകുന്നു. അവൻ്റെ ബോഡി ഗാർഡും മറ്റൊരു കാറിൽ അവരുടെ പിന്നാലെ പോകുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട് ബോഡി ഗാർഡും കൂടെ വരുന്ന കാര്യം. തന്നെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ദേഷ്യത്തോടെ കാറ് നിർത്തി ഇറങ്ങുന്നു. ആ ബോഡി ഗാർഡിനെ പിടികൂടി അയാളെ നന്നായി മർദ്ദിക്കുന്നു. ആ സമയത്ത് ബോഡി ഗാർഡിൻ്റെ ഫോണിലേക്ക് ഷൗവിൻ്റെ കോൾ വരുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. എന്നെ പിന്തുടരാൻ നിങ്ങൾ ആളുകളെ അയച്ചിരിക്കുകയാണല്ലോ. അത് കേട്ട് ഷൗ, ഓ അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലേ? പിന്നെ അല്ലാതെ എൻ്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം എന്ന് ഹീറോ പറയുന്നത് കേട്ട് ഷൗ പറയുകയാണ്, നീ കൂടുതൽ സംസാരിക്കണ്ട, ഇനി 2 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട്, അന്ന് കാണാം ആരാണ് CEO ആകാൻ പോകുന്നത് എന്ന്. നീയാണോ അതോ ഞാനാണോ എന്ന് അന്ന് തീരുമാനിക്കാം. പിന്നെ നിനക്കൊരു ബോണസ് ന്യൂസും കൂടെ തരാം. നിന്റെ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛൻ മരിച്ചത് ഒരു അപകടമെന്നാണോ നീ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഇത് കേട്ട് നമ്മുടെ ഹീറോ ആകെ സ്തംഭിച്ചു പോകുന്നു. തൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഷൗവിന് പങ്കുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നാളെ ക്ലബിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു.